ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കഥാകൃത്ത് ഒരു നായകനും നായികയ്ക്കും രൂപം കൊടുക്കുന്ന സമയത്തും പിന്നീട് ഈ കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് എത്തുന്ന സമയത്തും കഥാകൃത്തും സംവിധായകനും ചിന്തിക്കുന്നത് ഈ നായകനും നായികയുമായിരിക്കും ആ സിനിമയുടെ നെടുന്തൂണെന്നും ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും സംസാരിക്കുന്നതും ഈ നായകനെയും നായികയെയും കുറിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഒട്ടുമിക്ക സിനിമയിലും ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് നടക്കാറുള്ളത്. എന്നാൽ ചില സിനിമകളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നായകനെക്കാട്ടിലും നായികയെക്കാട്ടിലും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിലെ വില്ലൻ കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ സഹനടന്മാരായിട്ട് വന്നിട്ടുള്ള കഥാപാത്രങ്ങളെ ആയിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നതും ഈ കാര്യത്തെക്കുറിച്ചാണ്. എന്നിരുന്നാലും മലയാള സിനിമയെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ഇത്തരത്തിൽ കാണാവുന്നത് കൊണ്ട് പഴയ കഥാപാത്രങ്ങളിലേക്ക് പോകുന്നില്ല. പകരം 2020 ശേഷം കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്കിടയിൽ മലയാള സിനിമയിലെ നായകനെക്കാട്ടിലും നായികയെക്കാട്ടിലും കൂടുതലായി കയ്യടി നേടിയിട്ടുള്ള പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള സഹനടീനടന്മാരെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയുടെ പറയാനായി പോകുന്നത്. പറയാൻ പോകുന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പോയിലർ അലേർട്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രം ആവേശം. രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് പുറത്തുവന്ന ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചിരുന്ന രംഗൻ എന്ന കഥാപാത്രത്തെ ജനങ്ങൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം ഒരുപാട് കയ്യടികൾ നേടിയിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ ഒരു പക്ഷേ ഫഹദ് ഫാസിലിന്റെ രംഗണ്ണൻ എന്ന കഥാപാത്രത്തെക്കാട്ടിലും കൂടുതലായി ഓർത്തിരിക്കുന്നത് രംഗന്റെ വലങ്കൈയായി നിന്നിട്ടുള്ള അംബാൻ എന്ന കഥാപാത്രത്തെയായിരിക്കും. ചിത്രത്തിൽ ഫഹദ് പറയുന്ന അംബാനെ ശ്രദ്ധിക്ക് എന്നുള്ള ഡയലോഗ് ഏറെ ഹിറ്റായതാണ്. എന്നാൽ ഈ ഡയലോഗ് പറഞ്ഞിട്ടുള്ള രംഗനെക്കാട്ടിലും കൂടുതൽ ഹിറ്റായിട്ടുള്ളത് ഈ ഡയലോഗിലൂടെ തന്നെ അംബാൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അംബാൻ ഒരുപാട് നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, അംബാനെ പോലെയുള്ള ഒരു സുഹൃത്താണ് എല്ലാവർക്കും വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകളും ട്രോളുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത് സൂപ്പർ ശരണ്യ. ഗിരീഷ് ഏടി സംവിധാനം ചെയ്തിട്ടുള്ള 3 ചിത്രങ്ങളും ഹിറ്റായിരുന്നു. ഇതിൽ രണ്ടാമത് ഗിരീഷ് ഏടി സംവിധാനം ചെയ്തിട്ടുള്ള സൂപ്പർ ശരണ്യയിലെ ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്നത് അനശ്വര രാജന്റെ ശരണ്യ എന്ന കഥാപാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ ഒരു കഥാപാത്രം സൂപ്പറാണ് എന്നെല്ലാം ചിത്രത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ചിത്രം കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ ഈ ഒരു കഥാപാത്രത്തെ അല്ല, പകരം മമിതാ ബൈജു അവതരിപ്പിച്ചിട്ടുള്ള സോന എന്ന കഥാപാത്രത്തെയാണ് സൂപ്പർ ആയതെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് കമന്റുകളിലൂടെയും മറ്റും സൂപ്പർ ശരണ്യ എന്നതിന് പകരം ഞങ്ങൾക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സൂപ്പർ സോനയാണ് അല്ലെങ്കിൽ സൂപ്പർ സോനാരയാണ് എന്നൊക്കെ പറയുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ഹൃദയം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെയും കൂട്ടിന് ധ്യാൻ ശ്രീനിവാസനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തു വന്ന ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ചിത്രം തിയേറ്ററിലെത്തിയ ആദ്യ ദിവസങ്ങളിലും മറ്റും നല്ല പ്രേക്ഷക പ്രതികരണങ്ങളാണ് കിട്ടിയിരുന്നത്. എന്നാൽ പിന്നീട് ആദ്യം കേട്ട റിവ്യൂകളൊന്നും പോലെയല്ല, ചിത്രം അത്ര കേമമൊന്നുമല്ല എന്നാണ് അറിയാനായി കഴിഞ്ഞത്. OTT ഇറങ്ങിയതിനു ശേഷം ഈ ഒരു കാര്യം കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിലായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ OTT വന്നതിന് ശേഷം ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പ്രണവ് മോഹൻലാലിനെ ധ്യാൻ ശ്രീനിവാസനെ ഒന്നുമല്ല, പകരം ചിത്രത്തിന്റെ പകുതിക്ക് ശേഷം വരുന്ന നിവിൻ പോളിയുടെ നിതിൻ മോളി എന്ന ഫിലിം സ്റ്റാർ കഥാപാത്രത്തെ ആയിരുന്നു. സത്യത്തിൽ ജ്ഞാപകം മോദേ എന്നുള്ള പാട്ട് കേട്ട് വെറുത്തിരിക്കുന്ന പ്രേക്ഷകർ ചിത്രത്തെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത് നിവിൻ പോളിയുടെ കഥാപാത്രമാണെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ മെയിൻ കഥാപാത്രങ്ങളെക്കാട്ടിലും കയ്യടി നേടിയിട്ടുള്ളത് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വന്നിട്ടുള്ള ഈ ഒരു കഥാപാത്രമാണെന്നത് 100% ഉറപ്പാണ്. ചെമ്പൻ വിനോദ്, ലുക്മാൻ അവറാൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി ചെമ്പൻ വിനോദിന്റെ സഹോദരനായിട്ടുള്ള ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തു വന്ന ചിത്രമായിരുന്നു അഞ്ചക്കള്ളക്കൊക്കാൻ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ മേക്കിംഗ് തന്നെയായിരുന്നു. ഗംഭീര സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും ആക്ഷൻ രംഗങ്ങളും കളർ ഗ്രേഡിങ്ങും ഇങ്ങനെ ടെക്നിക്കലായി ഒരുപാട് പോസിറ്റീവുകളുള്ള ഒരു ചിത്രമായിരുന്നു ഇത്. എന്നാൽ സ്ക്രിപ്റ്റ് വൈസിൽ ചിത്രത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. എന്നിരുന്നാലും ചിത്രം നല്ലതാണെന്നും മോശമാണെന്നും പറയുന്ന എല്ലാ പ്രേക്ഷകർക്കും ഗില്ലാപ്പികളെ ഇഷ്ടമാകാതിരിക്കാൻ ചാൻസ് ഇല്ല. മെർജോസ് പൊട്ടക്കലും പ്രവീണും അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗില്ലാപ്പികളാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ളത്. ചിത്രത്തിലെ ഒന്നാനാം കൊച്ചുതുമ്പി എന്നുള്ള പാട്ടും അതിനിടയിലുള്ള ഡാൻസും എഡിറ്റിംഗും ആക്ഷൻ രംഗങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സൂപ്പർ താരങ്ങളായെന്ന് പറയാം. ഈ പാട്ട് സീനിൽ മാത്രമല്ല, ചിത്രത്തിൽ എപ്പോഴെല്ലാം ഗില്ലാപ്പികളെ കാണിക്കുന്നുണ്ടോ ആ സീനുകളെല്ലാം തന്നെ ഗംഭീരമായിരുന്നു. 5 ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരുന്നു ഇത്. മിഥുൻ മാനുവൽ തോമസ് അവസാനമായി സംവിധാനം ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിത്രം അഞ്ചാം പാതിരയായിരുന്നു. ഈ ചിത്രത്തിന്റെ ഗംഭീര വിജയം കൊണ്ട് തന്നെ ഓസ്ലർ എന്ന ചിത്രവും അത്രയും വലിയൊരു വിജയം നേടുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. കൂടാതെ ജയറാം എന്ന നടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ ഈ ചിത്രത്തിലൂടെ കാണാമെന്നും പ്രതീക്ഷിച്ചു.
ചിത്രം സാമ്പത്തികമായി വിജയം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളുടെ പട്ടിക നിരത്തി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാവുന്ന ഒരു ആവറേജ് ചിത്രം അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ചിത്രം മാത്രമായിട്ടേ ഇതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളെ പോലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതിബുദ്ധിപരമായി കണ്ടുപിടിക്കുന്ന യാതൊന്നും തന്നെ ഇതിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ലാഗ് അടിച്ചുകൊണ്ട് ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആകെ ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങിയത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അലക്സാണ്ടർ എന്ന കഥാപാത്രം വന്നതിന് ശേഷമായിരിക്കും. പിന്നീട് മമ്മൂട്ടി വന്നിട്ടുള്ള ചില രംഗങ്ങളും കയ്യടി നേടുന്നതാണ്. സോ ചിത്രം ഗംഭീരമാണ്, മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം അതിലും ഗംഭീരമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ജയറാമിന്റെ നായക കഥാപാത്രത്തെക്കാട്ടിലും അല്ലെങ്കിൽ ചിത്രത്തിൽ ആകെ പ്രേക്ഷകർക്ക് ഓർക്കാനുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ അലക്സാണ്ടർ എന്ന കഥാപാത്രമാണെന്നതിൽ തർക്കമില്ല. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ വിപിൻദാസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തു വന്ന മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു ഇത്. ചിത്രം തിയേറ്ററിലും OTTയിലും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയിരുന്നത്. OTTയിൽ വന്നതിന് ശേഷം ചില നെഗറ്റീവ് കമന്റുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ കൂടി പൊതുവെ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിയിരുന്നത്. ചിത്രം ഒരു മുഴുനീള കോമഡി ചിത്രമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഒരുപാട് കോമഡി താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. പൃഥ്വിരാജ്, ബേസിൽ, ജഗദീഷ്, ബൈജു തുടങ്ങി കോമഡി അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നടീനടന്മാർ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവരെയൊക്കെക്കാട്ടിലും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ളത് ജോമോൻ ജോർജിന്റെ ജോർജ് എന്ന കഥാപാത്രമാണെന്ന് പറയാതെ വയ്യ. ആകെ 4-5 സീനുകളിൽ മാത്രമാണ് ഈ ഒരു കഥാപാത്രം ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള കഥാപാത്രങ്ങളുടെ ചില കോമഡി രംഗങ്ങളെങ്കിലും ബോറായി തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ചിരിയൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു കഥാപാത്രം വന്നിട്ടുള്ള എല്ലാ സീനുകളും ചിരിച്ചു മറിയാനുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കഥാപാത്രത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. മിന്നൽ മുരളി ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിൽ നായകനായിട്ടുള്ള ടൊവിനോയെക്കാട്ടിലും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് മിന്നൽ ഷിബു എന്ന ഗുരു സോമസുന്ദരത്തിന്റെ കഥാപാത്രത്തെയാണെന്ന് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കുന്നില്ല, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 8 കൽക്കി AD 2898. ഇതൊരു മലയാള ചിത്രമല്ല, എങ്കിലും മലയാളത്തിൽ കൂടി ഡബ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്യുന്ന ചിത്രമായതുകൊണ്ടാണ് ഇതിനെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ബാഹുബലി 2ന് ശേഷം തൊട്ടതെല്ലാം പരാജയമായി മാറിക്കൊണ്ടിരുന്ന ഒരുപാട് ഹൈപ്പിൽ കൊണ്ടുവന്ന് സാറ്റലൈറ്റിൽ നിന്നും നേരിട്ട് തിയേറ്ററിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന രീതിയിലായിരുന്നു പ്രഭാസിന്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു ബ്രേക്ക് ഇട്ടുകൊണ്ട് പ്രഭാസിന് ഒരു വമ്പൻ തിരിച്ചുവരവ് കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഇത്. ചിത്രം ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ പല റെക്കോർഡുകളും തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ നായകനായി വന്നിരുന്നത് പ്രഭാസും മെയിൻ വില്ലനായി വന്നിരുന്നത് കമലഹാസനുമായിരുന്നു. ഇവരെ കൂടാതെ മലയാളത്തിലെയും തമിഴിലെയും മറ്റ് പല ഭാഷകളിലെയും ഒരുപാട് നടീനടന്മാർ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവരെല്ലാം ചിത്രത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും കമലഹാസനും പ്രഭാസും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രം കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരു പേര് മാത്രമേ പറയാൻ കാണുകയുള്ളൂ, അമിതാഭ് ബച്ചന്റെ. കാരണം അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചിട്ടുള്ള അശ്വത്ഥാമ എന്ന ആ കഥാപാത്രം ചിത്രത്തിലെ പോലെ ഒരുപാട് ഹൈറ്റോട് കൂടിയാണ്, ഒരുപാട് ഉയരങ്ങളിലാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ചിത്രത്തിലെ ആദ്യ പകുതിയിൽ പ്രഭാസ് വരുന്ന രംഗങ്ങളെല്ലാം കോമഡിക്ക് വേണ്ടി ബോറാക്കിയിട്ടുള്ളതാണെന്ന് പറയാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പ്രഭാസിന്റെ രംഗങ്ങളെല്ലാം മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിലെ പല രംഗങ്ങളും ബോറായിരുന്നു. എന്നാൽ ഈ സമയത്തെല്ലാം സിനിമയെ പിടിച്ചു നിർത്തിയത്, തുടക്കം മുതൽ അവസാനം വരെ സിനിമ പിടിച്ചു നിൽക്കാൻ കാരണമായിട്ടുള്ളത് അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമ എന്ന കഥാപാത്രം തന്നെയായിരുന്നു. 9 ജാനേമൻ. ചിദംബരം ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഹിറ്റടിച്ച ചിത്രമായിരുന്നു ഇത്. ചിത്രം കോമഡിക്കും സെന്റിമെന്റ്സിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചിദംബരം ഒരുക്കിയിരുന്നത്. ചിത്രത്തിൽ ഒരുപാട് താരനിരയുണ്ട്. കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള യുവതാരങ്ങളായിരുന്നു എന്ന് പറയാം. ഇവരെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചു നിന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരാണ് കേമൻ എന്ന് കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ചിത്രത്തിലെ ഒരു നല്ല കോമഡി രംഗം ഓർത്തു പറയാൻ, ഒരു കോമഡി ഡയലോഗ് ഓർത്തു പറയാൻ ശ്രമിക്കുകയാണെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സജിയേട്ട നിങ്ങളിവിടെ സേഫ് അല്ല എന്നുള്ള ഒറ്റ ഡയലോഗ് മതി ശരത് സഭയുടെ ആ ഒരു കഥാപാത്രത്തെ നമ്മൾ ഓർത്തെടുക്കാൻ. സജിൻ ഗോപുവിന്റെ സജീവ് വൈപ്പിൻ എന്ന കഥാപാത്രത്തോട് അമിതമായി ആത്മാർത്ഥത കാണിച്ച് ചെല്ലുന്നിടത്തെല്ലാം അനാവശ്യമായി സംശയിച്ച് ഏണി പിടിക്കുന്ന ഈ ഒരു കഥാപാത്രത്തെ ഇതിലുള്ള മറ്റ് കഥാപാത്രങ്ങളെ പോലെ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായതുകൊണ്ട് ഒരാളെ എടുത്തു പറയുക കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചിത്രം കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും അതിലെ ഡയലോഗും ഇയാളുടെ തന്നെ ആയിരിക്കും. അവസാനത്തേത് ആടുജീവിതം.
ഇതൊരു പക്ഷേ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള തോന്നൽ മാത്രമായിരിക്കും. അതായത് ആടുജീവിതത്തിലെ മെയിൻ റോളിൽ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജ് ആ റോളിൽ അഭിനയിക്കുകയല്ല, പകരം ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് പൃഥ്വിരാജ് ആ റോള് ഗംഭീരമാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു നോവലിനെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന ചിത്രമായതുകൊണ്ട് തന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിത്രത്തിൽ പല പോരായ്മകളും തോന്നാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായും തോന്നുന്നത് നോവലിൽ നജീബ് അനുഭവിച്ചിട്ടുള്ള ക്രൂരതകളെ, യാതനകളെ പറ്റിയാണ് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചെല്ലാം കാര്യങ്ങൾ ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിലും നജീബ് അനുഭവിച്ചിട്ടുള്ള ക്രൂരതയെക്കാട്ടിലും കൂടുതൽ നജീബ് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊരു കാര്യം കൂടുതലായി ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഈ ഒരു അവസരത്തിൽ നജീബിനെക്കാട്ടിലും കൂടുതൽ യാതനകൾ അനുഭവിക്കുന്നത് ഹക്കീമായിരുന്നു എന്ന് കാണാം. അതായത് ഇവർ ആ രക്ഷപ്പെടുന്ന സീനുകൾ കൂടുതലായി വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു അവസരത്തിൽ നജീബിനെക്കാട്ടിലും കൂടുതൽ ആളുകളുടെ മനസ്സിൽ ഫീൽ ചെയ്യിച്ചിട്ടുള്ളത് ഹക്കീം വെള്ളത്തിനായി പാടുപെടുന്നതും ഹക്കീമിന്റെ തളർച്ചയും ഹക്കീമിന്റെ മരണവും എല്ലാമാണെന്ന് പറയാം. കൂടാതെ ഈ സീനുകളിൽ തന്നെ ഇവരെ രണ്ടുപേരെ രക്ഷിക്കാനായി ഒരുപാട് പാടുപെടുകയും ആ മരുഭൂമിയിലെ ചൂടിലും തളർച്ച ഒന്നും കാട്ടാതെ അവരെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുകയും അവസാനം ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴും മറ്റൊരാളെ രക്ഷിച്ച് അയാളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അയാൾ ഒരു കള്ളനായിരുന്നു, ഒരു ക്രിമിനലായിരുന്നു എന്ന് കാണിക്കുക കൂടി ചെയ്യുമ്പോൾ ഒരു ഹീറോ പരിവേഷം കിട്ടുന്ന ഇബ്രാഹിം ഖാദ്രിയുമാണ് ഈ ചിത്രത്തിൽ കൂടുതലായും അവരുടെ രക്ഷപ്പെടലിനെ കാണിക്കുന്നത് കൊണ്ട് നജീബ് എന്ന കഥാപാത്രത്തെക്കാട്ടിലും കൂടുതലായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.